ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു അതിഥി കൂടെ കോൺഗ്രസിലോട്ട് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അച്ചു ഉമ്മൻ കോൺഗ്രസിലോട്ട് വരുന്നുണ്ടോ? വിജയ് ആ പറഞ്ഞ് കേൾക്കുന്നുണ്ട് ഇങ്ങനെ. കോൺഗ്രസിനകത്ത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അച്ചു ഉമ്മൻ വളരെ വൈബ്രൻ്റായ ഒരു പെൺകുട്ടിയാണ്. അദ്ദേഹത്തിൻ്റെ പെൺമക്കളിൽ വളരെ ഈ പറയുന്ന പോലെ ചാണ്ടി ഉമ്മനെ പോലെ തന്നെ കുറെ കൂടെ വൈബ്രൻ്റായി, ചാണ്ടി ഉമ്മനേക്കാളും വൈബ്രൻ്റാണ്. അപ്പോൾ അച്ഛൻ്റെ മകൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ പറയുന്ന പോലെ അച്ചു ഉമ്മനെയാണ്. അപ്പോൾ നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ചാണ്ടി ഉമ്മൻ എന്ന നേതാവ് ഇപ്പോൾ MLA ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസാണ്. അത് നമ്മുടെ സംസാരത്തിൽ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് പ്രശ്നത്തിൽ ചാണ്ടി ഉമ്മൻ്റെ പെർഫോമൻസിൽ ഈ പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്ത് വല്ലാത്ത ഈർഷ്യതയുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ വിയർപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ഉമ്മൻചാണ്ടി സാർ ഇങ്ങനെ ഒരു സ്പീഡിൽ ഉമ്മൻചാണ്ടി ഇങ്ങനെ നടന്നു പോകുന്നതും അദ്ദേഹം പേപ്പർ വാങ്ങുന്നതും ചെയ്യുന്നതും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ K കരുണാകരൻ പണ്ട് ചെയ്തത് അതുപോലെയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു അനുകരണം തന്നെ ഡിറ്റോ. അത് വെച്ചാൽ അനുകരിക്കേണ്ട കാര്യമില്ല. കാര്യം നമ്മളെപ്പോഴും പെരുമാറുന്ന നമ്മുടെ അച്ഛനെ പോലെയോ അമ്മയെ പോലെയോ ആയിരിക്കും. അതിലൊന്നും ക്രിയേറ്റിവിറ്റി ഇല്ല. അപ്പോൾ അത് ഒരു ക്രിയേറ്റീവ് സാധനമല്ല, അത് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ ചെയ്യുമ്പോൾ ഈ പാർട്ടിക്കകത്ത് ഈ കൈ നനയാതെ, അതായത് പറയില്ല, നഖം നനയാതെ നത്ത പിടിക്കുക എന്ന് പറയും, ഒരു പഴഞ്ചൊല്ല് പറയും, നഖം നനയാതെ നത്ത പിടിക്കുക. അങ്ങനെയുള്ള കുറേ ചേട്ടന്മാരുണ്ട്. അങ്ങനെയുള്ള കുറേ ചേട്ടന്മാർ കോൺഗ്രസിനകത്തുള്ളവർക്കൊക്കെ ശരിക്കും പറഞ്ഞ് തനി നാടൻ ഭാഷയിൽ കുരു പൊട്ടിയിട്ടുണ്ട്. അതിന് അവർ പറഞ്ഞുണ്ടാക്കിയത് പെനാൽറ്റി ബോക്സിനകത്ത് പന്തില്ലാതെ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ ഗോളടിക്കുകയാണ്. പന്തോടുകൂടി തന്നെയാണ് അദ്ദേഹം ഗോളടിച്ചത്. അദ്ദേഹത്തിൻ്റെ പന്തെന്ന് പറയുന്നത് കോട്ടയത്തെ മെഡിക്കൽ കോളേജിൽ തകർന്ന വിഷയമാണ്. അതിൽ പന്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിജയ് ഒരു നേതാവാണ്. വിജയ്ക്കൊരു ദീർഘവീക്ഷണമുണ്ട്. ഈ നേതാക്കൾക്കെല്ലാം ഒരു ദീർഘവീക്ഷണമുണ്ട്. അവരിങ്ങനെ നോക്കുമ്പോൾ, ഒരാളെ കാണുമ്പോൾ, ഇവൻ നമ്മുടെ സംഘടനയ്ക്ക് പറ്റിയതാണ്, ഇവനെ നമുക്ക് നോക്കണം. അങ്ങനെ ഈ സ്റ്റുഡൻസ് ഫെഡറേഷൻ, SFI പോലെയുള്ള സംഘടന, KSUവിൻ്റെ SFIയിലെ ബാലസംഘം, ഈ ബാലസംഘം മുതൽ CPM ആൾക്കാരുണ്ട്. അതുപോലെ KSUവിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ ഉമ്മൻചാണ്ടി പൊക്കിയെടുത്ത നിരവധി നേതാക്കളുണ്ട്. K കരുണാകരൻ പൊക്കിയെടുത്ത നേതാക്കളുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ ഉദാഹരണം കൂടെ ഞാൻ പറയാം. വിജയ്ക്ക് ഓർമ്മയുണ്ട്, വിജയ്ക്ക് അറിയാവുന്ന ആളാണ്. അതായത് VS ശിവകുമാർ എന്ന കോൺഗ്രസിൻ്റെ നേതാവ്. VS ശിവകുമാർ അറിയാം, കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം തോൽപ്പിച്ച നമ്മുടെ മന്ത്രിയായിരുന്ന ആന്റണി രാജു തോൽപ്പിച്ച VS ശിവകുമാർ. അപ്പോൾ VS ശിവകുമാർ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാകുന്ന രംഗം ഞാനൊന്ന് പറയാം. ഞങ്ങൾ തിരുവനന്തപുരത്ത് എനിക്കന്ന് വോട്ടില്ല, എനിക്ക് വോട്ടില്ല, 18 വയസ്സോ 17 വയസ്സേ എനിക്കുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെ K കരുണാകരൻ ഇറക്കുന്നത് ഒരു പുതിയ പയ്യനെയാണ്. അതായത് ആകെ ഒരു സസ്പെൻസാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ആര് സ്ഥാനാർത്ഥിയാകും. അന്ന് K കരുണാകരൻ ഭയങ്കര അപ്രമാദിത്വ കാലത്താണ് നിൽക്കുന്നത് ശിവകുമാറിനെ എടുക്കുന്ന സമയത്ത്. അപ്പോൾ A ചാൾസിന് ശേഷം ഒറ്റൊരു കോൺഗ്രസ്, അപ്പോൾ കോൺഗ്രസ് സിറ്റിംഗ് സീറ്റാണ്, അവിടെ വേറെ ആരും ജയിക്കില്ല. A ചാൾസ് വന്നതുപോലും കരുണാകരൻ കണ്ടെത്തിയാണ്, ലത്തീൻ സമുദായത്തിലെ അവിടുത്തെ ഒരാൾ. അങ്ങനെ പറയുന്നു VS ശിവകുമാറിനെ സ്ഥാനാർത്ഥി. മറ്റു പലരും ഉടുപ്പൊക്കെ തച്ചിട്ടിരുന്നു. കൂടെ നടന്നവർ, ഇരുന്നവർ, ചായ കൊടുത്തവരും, പെട്ടി പിടിച്ചവരും, കാറിക്കറി ഇപ്പോൾ സീറ്റ് തുറച്ചു കൊടുത്തവരും, ടവൽ ഇട്ട് കൊടുത്തവരും, ടവൽ നേരെ ഇട്ട് കൊടുത്തവരും, ജുബയിൽ തച്ചു കൊടുത്തവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് VS ശിവകുമാർ സ്ഥാനാർത്ഥിയാണ്. അത് കരുണാകരൻ്റെ ദീർഘവീക്ഷണമായി. അപ്പോൾ അങ്ങനെ കണ്ടെത്തിയ ഒരുപാട് പേരുണ്ട്. ഇപ്പം G കാർത്തികേയൻ, രമേശ് ചെന്നിത്തല, MI ഷാനവാസ്, ഇവരൊക്കെ തിരുത്തൽവാദികളായിരുന്നു. ഇവരൊക്കെ കരുണാകരൻ കണ്ടെത്തിയ ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ കണ്ടെത്തിയ ആൾക്കാരുണ്ട്. ഈ കണ്ടെത്തിയ ആൾക്കാരും സ്വന്തം അച്ഛൻ്റെ മകനും അവർ തമ്മിൽ പിന്നെ പ്രശ്നമാവും. ഒരു അച്ഛൻ്റെ മകനും ഈ വളർത്തു മക്കളും. അങ്ങനെ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറ് കണ്ടെത്തിയ ചില ആൾക്കാർക്കൊക്കെ കുരു പൊട്ടിയിട്ടുണ്ട് ചാണ്ടി ഉമ്മൻ പാവം ഇത്രയും നാളും നിശബ്ദനായിരുന്നു. അദ്ദേഹം ഇപ്പോഴാണ് ഒന്ന് നിശബ്ദൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഇടപെട്ടിരുന്നു. ഇപ്പോൾ നിശബ്ദനായിരുന്നാൽ പറയും ഉണ്ണ എന്ന് പറയും. ഇപ്പോൾ K കരുണാകരൻ്റെ മകൻ മുരളീധരൻ, അദ്ദേഹം അച്ഛൻ്റെ ഒരു ശൈലിയാണ്. അപ്പം നമ്മളിതിൽ പറഞ്ഞു വരുന്നൊരു രാഷ്ട്രീയം, അച്ചു ഉമ്മനെ കൊണ്ടുവരുന്ന ഒരു നല്ല ഉദ്ദേശത്തോടെയാണോ കോൺഗ്രസ്? കാര്യം ഇപ്പോൾ ഈ അവസരത്തിൽ ചാണ്ടി ഉമ്മൻ നല്ല പെർഫോമിൽ നിൽക്കുകയാണ്. ഇടയ്ക്ക് അനിയത്തിയെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അനിയത്തിയായിരിക്കാനാണ് സാധ്യത. ഈ അച്ചു ഉമ്മനെ കൊണ്ടുവരുന്ന എന്തിനാണ്? ഇവർ തമ്മിൽ ഇപ്പോൾ പത്മജ, അതായത് നമ്മുടെ മുരളിയുടെ സഹോദരി പത്മജ BJPയിലാണ്. പത്മജ വേണുഗോപാലിനെയും K മുരളീധരനെയും തമ്മിലടിപ്പിച്ച ഒരു രാഷ്ട്രീയം ഈ കോൺഗ്രസിനകത്തുണ്ടായി. അതുപോലെ ഇതിനകത്തൊരു തമ്മിലടി അടുപ്പിക്കാൻ ആയിക്കൂടാ എന്ന് ധരിക്കുന്നത് നമ്മുടെ ദുഷ്ടലാക്കാണെന്ന് ആരെങ്കിലും പറയുമോ? എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് എന്ന പാർട്ടി ഒരിക്കലും ഈ പറയുന്ന ചിലപ്പോൾ ആദ്യത്തെ ഒരു വർഷം ചിലപ്പോൾ അവരെ സ്ഥാനാർത്ഥിയാക്കും. പിന്നീട് അങ്ങോട്ട് പാർലമെന്ററി ജനാധിപത്യം ഒരുപാടുള്ളൊരു പാർട്ടിയാണ്, ജനാധിപത്യം കൂടുതലുള്ള പാർട്ടിയാണ്, അല്ലേ? ജനാധിപത്യം കൂടുതലാവുമ്പോൾ അച്ചു ഉമ്മന്റെ കൂടെ കുറെ പേരെങ്ങ് നിൽക്കും, ചാണ്ടി ഉമ്മനെ ചവിട്ടാൻ തുടങ്ങും, അല്ലേ?
അതായിരിക്കും. അതിനുവേണ്ടി ആണോ ഈ പറയുന്ന സ്നേഹം കപട സ്നേഹം എന്ന് ചാണ്ടി ഉമ്മന്റെ പ്രിയപ്പെട്ട അനിയത്തിക്ക് മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ അവർ ഈ ചേട്ടനെ സഹായിക്കുന്നതാണ് നല്ലതെന്നാണ് നമുക്ക്, അല്ലെ, നമ്മളെപ്പോലെയുള്ള കൊച്ചു രാഷ്ട്രീയ നിരീക്ഷകർക്ക് പറയാനുള്ളത്. പിന്നെ ഒന്നുകൂടെ, ഇവർ മണ്ഡലം വരെ കണ്ടെത്തി കഴിഞ്ഞു. അച്ചു ഉമ്മൻ കോട്ടയം ജില്ലയിൽ നിന്ന് മത്സരിക്കണമെന്നും കോട്ടയം ജില്ലയിൽ നിന്ന് മത്സരിപ്പിച്ചാൽ അത് കോട്ടയത്ത് മൊത്തത്തിലൊരു അവർക്കൊരു നേട്ടമാകുമെന്നും തിരുവല്ലയിലോ അല്ലെങ്കിൽ കോട്ടയത്തോ അല്ലെങ്കിൽ ചെങ്ങന്നൂരോ ഒക്കെ മത്സരിപ്പിക്കണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കോട്ടയത്ത് ഒരു സ്ഥാനാർത്ഥി ആക്കണമെന്നാണ് ഒരു പക്ഷത്തിന്റെ അവരുടെ ഒരു പക്ഷത്തിന്റെ ഒരു ആവശ്യം. അപ്പോൾ 2002 KSUവിന്റെ പിന്നെ അധ്യക്ഷനായിട്ട് ഈ പറയുന്ന PC വിഷ്ണുനാഥ് വരുന്നതിന് മുമ്പ് അച്ചു ഉമ്മന്റെ പേര് പൊങ്ങി വന്നിരുന്നു. അവിടെയാണ് ഉമ്മൻചാണ്ടി എന്ന വലിയ നേതാവ് വേണ്ട, ഈ PC വിഷ്ണുനാഥിന്റെ കഥ അറിയോ? PC വിഷ്ണുനാഥിനെ കണ്ടെത്തിയതും ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയാണ്. അതായത് ഒരിക്കൽ തിരുവനന്തപുരത്ത് KSUവിന്റെ ഒരു സമരം നടക്കുന്നു. കൊല്ലത്തുനിന്ന് കുറെ കുട്ടികൾ സമരത്തിന് വരുന്നു. പോലീസ് കയറി അടിച്ച് മേയുന്നു. പോലീസ് അടിച്ചു കഴിഞ്ഞ് തലപൊട്ടിക്കിടന്ന വിഷ്ണുനാഥിന്റെ അടുത്തേക്ക് ജനറൽ ഹോസ്പിറ്റലിൽ ഉമ്മൻചാണ്ടി വരുന്നു. വെളുത്ത് കൊലുന്നനെയുള്ള ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് ഉമ്മൻചാണ്ടി കൈപിടിച്ചിട്ട് നിന്റെ തല പൊട്ടിയോ, നമുക്കെല്ലാം ശരിയാക്കാം എന്ന് ഉമ്മൻചാണ്ടി പറയുന്നു. ആ പയ്യൻ അന്നു മുതൽ ഉമ്മൻചാണ്ടിയുടെ പ്രിയ ശിഷ്യനാവുകയാണ്. അതാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവ് കണ്ടെത്തിയ മറ്റൊരു നേതാവാണ് ഈ പറയുന്ന PC വിഷ്ണുനാഥ്. ഇന്നും ആ കുടുംബത്തോട് ഏറ്റവും ഹമ്പിളാണ് PC വിഷ്ണുനാഥ്. രാഹുലിനെ പോലെയൊന്നുമല്ല. രാഹുലൊക്കെ വൈബ്രന്റ് പൊട്ടിത്തെറിക്കലും ഒക്കെയാണ്. അപ്പൊ PC വിഷ്ണുനാഥിനെ സംബന്ധിച്ച് അങ്ങനെ കണ്ടെത്തിയ PC വിഷ്ണുനാഥിനെ അന്ന് ചാണ്ടി ഉമ്മൻ ആകണം ഉമ്മൻചാണ്ടി പറഞ്ഞെങ്കിൽ ആക്കുമായിരുന്നു. അന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു വേണ്ട, PC വിഷ്ണുനാഥ് ആയാ മതി എന്ന് പറഞ്ഞു. അതാണ് ഉമ്മൻചാണ്ടിയുടെ മനസ്സിന്റെ വലിപ്പം. ആ മനസ്സിന്റെ വലിപ്പം കോൺഗ്രസിൽ ഒരു നേതാക്കൾക്കും ഇല്ല. അപ്പൊ നമ്മൾ ഇത്രേ പറയുന്നുള്ളൂ. അച്ചു ഉമ്മൻ എന്ന നേതാവിനെ, അച്ചു ഉമ്മനെ അന്ന് വയലാർ രവിയുടെ ഭാര്യ മരിച്ചുപോയ മേഴ്സി രവി വരെ പറഞ്ഞിരുന്നു. മേഴ്സി രവി എന്ന് പറഞ്ഞൊരു നേതാവുണ്ട്, അവരും വനിതാ നേതാവൊക്കെ ആയിരുന്നു. നമ്മുടെ വയലാർ രവി എന്ന നേതാവിന്റെ ഭാര്യയാണ് മേഴ്സി രവി. അപ്പോൾ ഈ മേഴ്സി രവിയും അന്ന് പറഞ്ഞിരുന്നു ഈ പറയുന്ന അച്ചു ഉമ്മനെ ആക്കണമെന്ന്. അപ്പൊ അദ്ദേഹം സ്വാർത്ഥത വെടിഞ്ഞിട്ട് പറഞ്ഞു എൻ്റെ മകളാകണ്ട, PC വിഷ്ണുനാഥ് ആയാൽ മതി. അപ്പോൾ പിന്നീട് അവർ കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമായി അവർ പോയി. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞിടത്തേക്ക് തന്നെ നമ്മൾ പോകുന്നു. അതായത് മര്യാദയ്ക്ക് പോകുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിനകത്ത് ജ്യേഷ്ഠൻ ഇതിനകത്തുണ്ട്, ജ്യേഷ്ഠൻ വർക്ക് ചെയ്യുന്നു, ജ്യേഷ്ഠൻ വർക്ക് ചെയ്യട്ടെ, ജ്യേഷ്ഠന്റെ രാഷ്ട്രീയം പോട്ടെ എന്ന് ചിന്തിച്ച് ഈ അനുജത്തി ചേട്ടനോടൊപ്പം നിൽക്കുന്നതായിരിക്കും ആ സഹോദര സ്നേഹത്തിന് നല്ലതെന്നാണ് നമുക്ക് തോന്നുന്നത്. 2 പത്മജ എന്ന നേതാവിനെ എത്രത്തോളം കുതികാലി വെട്ടി എന്നുള്ളത് പാവം അവർ സങ്കടത്തോടെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഈ പറയുന്ന തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റ് അവരെ മത്സരിപ്പിച്ചതാണ്. അവിടെ കാലുവാരിയാണ് അവർ തോപ്പിച്ചത്. ഈ ജ്യേഷ്ഠൻ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? ഇന്ന് ഈ ജ്യേഷ്ഠനും അനിയത്തിയും നേരെ കാണുന്നുണ്ടെന്ന് പോലും ഉണ്ടാവില്ല. ഒരു കുടുംബത്തിലെ 2 അംഗങ്ങളാണ്. ഇത് വിജയ്ക്ക് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ ആൺകുട്ടികൾ, ഈ ആൺമക്കൾ തമ്മിലുള്ള സൗഹൃദം പോലെയല്ല ഒരു അനിയനും ഒരു അനിയത്തി എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് തെറ്റോ ശരിയെന്ന് എനിക്കറിയില്ല. ഒരു ആങ്ങളെയും പെങ്ങളെയും ആകുമ്പോൾ ഈ 2 ആൺകുട്ടികളെക്കാൾ സ്നേഹം പെങ്ങളോട് ആങ്ങളയ്ക്കും പെങ്ങളോടും ഉണ്ടാകുമെന്നാണ് എൻ്റെ വായിച്ചറിവ്, എൻ്റെ കേട്ടറിവ്, എൻ്റെ അനുഭവം. അപ്പോൾ ഏതായാലും ആ ഒരു കുടുംബത്തെ സംഭവം ഇല്ലാതാക്കി. അപ്പൊ ഇനി ഈ കുടുംബത്തെ കൂടെ കുട്ടിച്ചോറാക്കാനുള്ള ശ്രമമാണെങ്കിൽ പാവം ഉമ്മൻചാണ്ടി സാറിന്റെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ഈ കണ്ടെത്തി മത്സരിപ്പിക്കുന്നവരോട് പൊറുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.